വട്ടവടയിൽ നിന്ന് നമുക്ക് കൊടൈക്കനാലിന് പോകുന്നൊരു ചെറിയൊരു ഷോർട്ട് കട്ടുണ്ട്, മെത്താപ്പ് വഴി പോകുന്നത്. ആ വഴിക്ക് പോകുന്നതിൻ്റെ ഇടതുവശത്തേക്ക് ഈ കഞ്ചാവിൻ്റെ കൃഷി വ്യാപകമായിട്ടൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. 42 കിലോമീറ്റർ ഞങ്ങൾ നടന്നു 5 ദിവസം. ഈ 5 ദിവസവും പോകുന്ന വഴിക്ക് ഞങ്ങൾ ആന ഞങ്ങളുടെ നേരെ വരുമ്പോൾ കടുവയുടെ പക്മാർക്കൊക്കെ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട്. ചെല്ലുമ്പോൾ ഒരു ഷെഡ് കാണാം. ആ ഷെഡിൻ്റെ അതിൽ നമ്മൾ തോട്ടം പോലെ കൃത്യമായിട്ട് നമ്മൾ ഈ മുളകൊക്കെ നടുന്ന പോലെ 2 ഹെക്ടറോളം കഞ്ചാവ് ഉണ്ടായിരുന്നു. 2 ഹെക്ടറോളം മലയാളികൾ കൃഷി ചെയ്ത കഞ്ചാവാണ് മലയാളികളാണ് ചെയ്യുന്നത്. നല്ലൊരു ശതമാനം അവിടുത്തെ നക്സൽ ഇവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇവരുടെ പഴയ ആൾക്കാരെ കിട്ടുന്ന വിവരങ്ങളാണ്. ഇവിടെ നഷ്ടമാണ് സാറേ, ഇവിടെ ആണെങ്കിൽ ഫോറസ്റ്റുകാരുടെയും പോലീസുകാരുടെയൊക്കെ ശല്യമാണ്. അവിടെ സ്വാമി കുമ്പിടുക എന്ന് പറയും. ഞങ്ങൾക്ക് ഉത്സവം വരുമ്പോൾ സ്വാമിയെ കുമ്പിടണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ആണ് എന്നും പറഞ്ഞ് അവരൊരു അവകാശം പോലെ ചെയ്യും. സാർ, അതുപോലെ തന്നെ ഈ വനത്തിനുള്ളിൽ വനപ്രദേശങ്ങൾ പൊതുവേ ആളുകൾക്ക് അധികം കടന്നു ചെല്ലാൻ സാധിക്കാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഈ കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വനത്തിനുള്ളിൽ അങ്ങനെ ഒരു അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കഞ്ചാവിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കമ്പക്കല്ല് കടവരി ഭാഗങ്ങളിൽ, പിന്നീട് മൂന്നാർ ഒരു ഇടമലക്കുടി ഭാഗത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഇടമലക്കുടിയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ട്രൈബലായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ അവകാശ ഉത്സവത്തിന് ഞങ്ങൾ കുറച്ച് കഞ്ചാവ് വലിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വളരെ ലിമിറ്റഡായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മറവിൽ കുറേ വ്യാപകമായ കൃഷി ആ ഭാഗത്തുണ്ടായിരുന്നു. കമ്പക്കല്ല് കടവരി ഭയങ്കരമായ തോതിൽ. അതേത് മേഖലയാണ്? അത് ശരിക്കും വട്ടവട നിന്ന് കുറച്ച് മറ്റേ കൊട്ടാക്കമ്പൂര്, അതിൻ്റെ മേളിലേക്ക് തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് ഭയങ്കര ചെങ്കുത്തായ മലകളാണ്. പൊതുജനം എത്താത്ത സ്ഥലം എത്തത്തില്ല, പൊതുജനം എത്തത്തില്ല. അവിടെ യൂക്കാലിപ്റ്റസ് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ളവരും അല്ലാത്തവരും ഈ കഞ്ചാവ് കൃഷിക്കാരും മാത്രമാണ് ഉള്ളത്. അത് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തമിഴ്നാട് നമ്മുടെ ഈ നിങ്ങൾ പറഞ്ഞ വട്ടവടയിൽ നിന്ന് നമുക്ക് കൊടൈക്കനാലിന് പോകുന്നൊരു ചെറിയൊരു ഷോർട്ട് കട്ടുണ്ട്, മെത്താപ്പ് വഴി പോകുന്നത്. ആ വഴിക്ക് പോകുന്നതിൻ്റെ ഇടതുവശത്തേക്ക് ഈ കഞ്ചാവിൻ്റെ കൃഷി വ്യാപകമായിട്ടൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായിട്ട് ഈ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും സർക്കാർ അവിടെയെല്ലാം ഫോറസ്റ്റ് സ്റ്റേഷനുകൾ, അവിടെ എത്തിപ്പെടാൻ തന്നെ ദുർഘടമാണ്, വലിയ പാടാണ്, വണ്ടിയില്ല, വാഹനമില്ല. അവിടെ എല്ലാ സ്റ്റേഷനുകൾ രൂപീകരിച്ചതോടുകൂടി ആ ഭാഗത്തുള്ള കഞ്ചാവ് കൃഷി ഗണ്യമായിട്ട് കുറഞ്ഞു. ഞാൻ 2001-2 കാലയളവിൽ ഈ പറയുന്ന കൊട്ടാക്കമ്പൂര് കമ്പക്കല്ല് ഭാഗത്ത് ഫോറസ്റ്റായിരുന്നു. ആ ഭാഗത്ത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി കഞ്ചാവുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയത് അവിടുത്തെ വാച്ചർമാർ ഒരു 3-4 സ്റ്റാഫും ചേർന്ന് ചെല്ലുന്നു. അപ്പോൾ അത് നമുക്ക് രാവിലെ പുറപ്പെടണം, ഒരു 4 മണിക്കൂറൊക്കെ നടന്നെങ്കിലേ അവിടെ ചെല്ലുകയുള്ളൂ. അത് ഇപ്പോഴത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കാന്തൽ മറ്റേ വട്ടവട ജംഗ്ഷന് തൊട്ട് മുമ്പായിട്ട് റൈറ്റിലേക്ക് നടന്നൊരു 2.5-3 മണിക്കൂർ നടന്ന് എന്നിട്ട് നിരപ്പിൽ ചെന്ന്. അവിടെയൊക്കെ ശരിക്കും ഇൻറ്റീരിയർ റിസർവാണ്. അതിൻ്റെ നെക്സ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് കൊടൈക്കനാലാണ്. താഴേക്ക് ഇറങ്ങിപ്പോയ കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. തേനി, കമ്പം ഡിസ്ട്രിക്റ്റൊക്കെയാണ്. കറക്റ്റ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കഞ്ചാവ് ഉണ്ടെന്നുള്ള കൃത്യ വിവരമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാഫ് എല്ലാവരും കൂടി പോകുന്നു. അപ്പോൾ അനങ്ങാതെ പോകുന്നു, ഒച്ചയായിട്ട് അവർ വിട്ടു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ കുറേ ചോല റിസർവിൻ്റെ ബൗണ്ടറി ചെന്ന് ഞങ്ങൾ സ്റ്റാഫ് 5-8 പേരുണ്ടെയാണ്. ഒരു 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, ഞാൻ, ഒരു 5-6 വാച്ചർമാർ ചെല്ലുമ്പോൾ ഒരു ഷെഡ് കാണാം. ആ ഷെഡിൻ്റെ അതിൽ നമ്മൾ തോട്ടം പോലെ കൃത്യമായിട്ട് നമ്മൾ ഈ മുളകൊക്കെ നടുന്ന പോലെ നല്ല ട്രീറ്റ്. അപ്പോൾ നമ്മളെല്ലാം ആദ്യം കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഷെഡിനകത്ത് ആരോ ഉണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ നനയ്ക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം പോലെയാണ്. വയറിട്ടിരിക്കുകയാണ്, വയറിൽ നിന്ന് തുള്ളികൾ ഇട്ടിട്ട് വീഴും. നല്ല മറ്റേ ഹോർമോൺ ആണ്. കൂടുതൽ കാലയളവെടുത്ത് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാധനം ഹോർമോണൊക്കെ ട്രീറ്റ് ചെയ്ത് 2001-2002 കാലഘട്ടം നോക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞു അവരുടെ തോക്ക് കാണും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നവർ പറഞ്ഞു. നമ്മൾ ആദ്യമേ തന്നെ അവരെ ഇങ്ങോട്ട് വെടിവെക്കാതിരിക്കാൻ നമ്മൾ അങ്ങോട്ട് വായുവിലേക്ക് 2-3 വെടിയൊക്കെ വിട്ടിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്ത് കയറി അവിടുന്ന് ഈ 2 ഹെക്ടറോളം കഞ്ചാവ് ഉണ്ടായിരുന്നു. 2 ഹെക്ടർ 10,000 തൈയുടെ എണ്ണ നോക്കുന്നില്ല, മുഴുവൻ പറിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നു. ഫോട്ടോസൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു വലിയ ഇതായിരുന്നു. അന്ന് പത്രങ്ങളിൽ നിന്ന് ഇത് വരത്തില്ല. ഇത് നമ്മൾ പൊറിച്ച് കളഞ്ഞ് റേഞ്ചേഴ്സർക്ക് ഫോട്ടോസുമായിട്ട് റിപ്പോർട്ട് ചെയ്യും അന്നത്തെ കാലയളവിൽ. ഈ 2 ഹെക്ടറോളം കൃഷി ചെയ്യണമെങ്കിൽ തന്നെ വലിയൊരു അല്ല, അതിൽ നമ്മൾ ഷെഡിൽ കയറി നോക്കിയപ്പോൾ അവർ ഒരു 3 പേരോ 4 പേരോ ഉണ്ടായിരുന്നു. ഒരു ലേഡി ഉണ്ടായിരുന്നു. ഇവർ തമിഴ് അല്ലല്ല, നമ്മുടെ ഇടുക്കി ജില്ലക്കാർ തന്നെയാണ്. എനിക്കുള്ളത് മറ്റേ സേനാപതി, ശാന്തമ്പാറ ഭാഗത്തുള്ള ആരൊക്കെയായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ലേഡിയുടെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരാളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ അപ്പോഴേ കൂടി രക്ഷപ്പെട്ടു. ഞങ്ങൾ ബാറ്ററി, വലിയ ബാറ്ററികൾ, അവർക്ക് കറണ്ട്, ആന വന്നു കഴിഞ്ഞാൽ വെക്കാൻ 2 നാടൻ തോക്ക്, ഇതൊക്കെ നമ്മൾ സീസ് ചെയ്ത് വിടുന്നു. അരി, ഒരു 10-20 ദിവസത്തേക്കുള്ള അരി, പിന്നെ പച്ചക്കറി, പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവർ കൂടി രക്ഷപ്പെട്ടു, നമുക്ക് കിട്ടിയില്ല. നമ്മളത് നശിപ്പിച്ചു. നമ്മൾ ഈ 2 ഹെക്ടർ സാധനം നിന്ന് പറിച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് 2001-2 കാലഘട്ടം. അതിന് ശേഷമാണ് 2005-6 കാലഘട്ടങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ, ഒരു SIയുടെ കീഴിലുള്ള ഒരു സ്റ്റേഷൻ സമ്പ്രദായം പോലെ ഒരു സ്റ്റേഷൻ സമ്പ്രദായം അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരമായ സാന്നിധ്യം ഫോറസ്റ്റുകാരവിടെ ഉണ്ടായി.
അങ്ങനെ വന്നപ്പോൾ ഇവർക്കത് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ താരതമ്യേന കുറഞ്ഞു. പിന്നീട് വന്നത് നമുക്ക് മതികെട്ടാൻ റിസർവിലാണ് കഞ്ചാവിൻ്റെ ഇത് കണ്ടത്. അവിടെ ഇപ്പോൾ സ്റ്റേഷനുകളും ഒക്കെ രൂപീകരിച്ചു. ഷോല നാഷണൽ പാർക്ക് എന്നൊരു പുതിയ റേഞ്ച് ഉണ്ടാക്കി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ ഭാഗത്ത് ഈ മതികെട്ടാനും കമ്പക്കൽ കടവരിയൊക്കെ ഷോല നാഷണൽ പാർക്കിലാണ്. അങ്ങനെ ഒരു റേഞ്ചും അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും സർക്കാർ കൊണ്ടുവന്നപ്പോൾ നല്ല രീതിയിൽ കഞ്ചാവിൻ്റെ കൃഷി കുറഞ്ഞു. പിന്നീട് ഇവിടെ ഈ ഇടുക്കി ജില്ലയിലെ ഈ ഭാഗത്തുനിന്ന് ശാന്തമ്പാറ ഭാഗത്ത് സേനാപതി, കമ്പിളികണ്ടം അവിടെയുള്ളവരൊക്കെയാണ് ഇതുമായിട്ട് ചെയ്തത്. അവരെല്ലാം ഇപ്പോൾ ഒറീസ ഭാഗങ്ങളിലേക്ക് ഇൻറ്റീരിയർ അവിടുത്തെ നക്സൽ അവരുമായിട്ടൊക്കെ ചേർന്ന് ആ ഭാഗത്ത് കൃഷി, ജാർഖണ്ഡ് ഇങ്ങോട്ടൊക്കെ മാറി. ശരിക്കും കേരളത്തിൽ വ്യാപകമായിട്ട് ഇവരൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് വരുന്നത് മലയാളികൾ കൃഷി ചെയ്ത കഞ്ചാവാണ് മലയാളികളാണ് ചെയ്യുന്നത്. നല്ലൊരു ശതമാനം അവിടുത്തെ നക്സൽ ഇവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് നമുക്ക് ഇവരുടെ പഴയ ആൾക്കാരെ കിട്ടുന്ന വിവരങ്ങളാണ്. ഇവിടെ നഷ്ടമാണ് സാറേ, ഇവിടെ ആണെങ്കിൽ ഫോറസ്റ്റുകാരുടെയും പോലീസുകാരുടെയൊക്കെ ശല്യമാണ്. അല്ല, ഇവിടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനിലൊക്കെ നല്ലൊരു ശതമാനം അത് തകർക്കണം തന്നെയാണ്. കാര്യം നമ്മുടെ തലമുറയെ ഇല്ലാതാക്കുന്നൊരു പരിപാടിയാണല്ലോ. ആ രീതിയിൽ നല്ല സപ്പോർട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർഷങ്ങളായിട്ട് 10 കൊല്ലമായിട്ട് എനിക്കറിയാവുന്നത് പോലീസും എക്സൈസും ഫോറസ്റ്റും ഒക്കെ തകർക്കണം തന്നെയാണ്. അധികം കണൈവൻസുള്ള ജീവനക്കാർ അവരോടൊന്നും കൂട്ടുകൂടാൻ നമ്മുടെ ജീവനക്കാരും പോകത്തുമില്ല. അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫ്ലാറ്റിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാൻ മേലാതൊരു വീട്ടിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ വ്യാപകമായൊരു കൃഷി നിലവിലിപ്പോൾ ഇല്ല. അല്ലെങ്കിൽ ഇനി അട്ടപ്പാടി പോലെ എവിടെയെങ്കിലും റയറായിട്ട് ആരും അറിയാതെ കണ്ടെങ്കിലേ ഉള്ളൂ. സാർ പറഞ്ഞ പോലെ ആ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ നിശ്ചിത അളവിൽ അവർക്ക് കൃഷി ചെയ്യാനൊരു പാരമ്പര്യാവകാശം പോലെ കൊടുക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ കാരണം അതെവിടെയാണ് സ്ഥലം? അത് മിക്കവാറും ഇൻറ്റീരിയർ ട്രൈബൽ, ഈ ഇടമലക്കുടി, ഞാൻ എൻ്റെ അന്ന് ആദ്യ സർവീസിലൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇടമലക്കുടി എന്ന് പറയുന്നത് അവിടെ സ്വാമി കുമ്പിടുക എന്ന് പറയും. ഞങ്ങൾക്ക് ഉത്സവം വരുമ്പോൾ സ്വാമിയെ കുമ്പിടണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ആണ് എന്നും പറഞ്ഞ് അവരൊരു അവകാശം പോലെ ചെയ്യും. സ്റ്റാഫും അവർക്ക് കുറേ ശരിക്കും കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്നത്. അവർക്കൊരു 25-30 കിലോമീറ്ററോളം നടന്നെങ്കിലേ അവർക്ക് ജനവാസ കേന്ദ്രത്തിൽ വരാൻ പറ്റുള്ളൂ. മൂന്നാർ പോലുള്ള സ്ഥലത്ത്, അതായത് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അതിലെ കയറി ഇറങ്ങി അവർ വളരെ ഇപ്പോൾ കുറച്ച് റോഡൊക്കെ ആയി, ഇപ്പോൾ കുറച്ച് ഡെവലപ്ഡായി. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കഷ്ടപ്പാട് കൊണ്ട് ഒരു മൗനാനുവാദം അന്നിരുന്നവരൊക്കെ നൽകുന്നത് പണ്ട്. ഇപ്പോൾ അതും കൊടുക്കുന്നില്ല. കാര്യം അതിൽ ഈ പുറത്ത് ചെയ്യുന്ന കൃഷിക്കാർ നമ്മുടെ മുതലെടുത്തുകൊണ്ട് അവർ കൃഷി ചെയ്തു. അത് കുറച്ച് കൂടി എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഒരു 10-15 കൊല്ലം മുമ്പ് അതും നിർത്തിച്ചു. അപ്പോൾ അവരത് കുറേ ഇഷ്യൂ ഒക്കെ ആക്കി, ഞങ്ങളുടെ അവകാശങ്ങളുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കഞ്ചാവ് നടാൻ ആർക്കും അവകാശമൊന്നുമില്ല. പിന്നെ അതൊരു നമ്മുടെ നമ്മുടെ ആൾക്കാർ, ഫോറസ്റ്റുകാരുടെ ആൾക്കാരായിട്ടാണ് ട്രൈബ്സിനെ കാണുന്നത്. നമ്മളെല്ലാം ഇൻഫോമർ കൂടിയാണ്. നമുക്ക് വനവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ ഫോറസ്റ്റിന് യഥാസമയം ഒരു ആന ചത്ത് കിടന്നാലും ഒക്കെ അറിയും. നമ്മളെക്കാളും അവരെപ്പോഴും വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിപ്പോകും. അവർക്ക് അതിന് റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നവർ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ സത്യസന്ധരാണ്. അവർക്ക് ചതിയോ വഞ്ചനയൊന്നുമില്ല. അവർ നമ്മളെ അറിയിക്കും. നമ്മൾ പോയി അതിന് മാസം എഴുതും, അവരെയും കൂട്ടും. അവർക്ക് വേണ്ട അവർക്ക് ജോലി കൊടുക്കുന്നുണ്ട് വനംവകുപ്പ്, വാച്ചർമാരായിട്ടും അല്ലാതെ ഞങ്ങളുടെ കൂപ്പുകളിലും നഴ്സറികളിലും എല്ലാ വർക്കുകളും ആ മേഖലകളിൽ ആദിവാസികൾക്ക് സംവരണം പോലെ പ്രയോറിറ്റി കൊടുക്കണമെന്ന് കൃത്യമായി എല്ലാ സർക്കാരിനെയും ഡയറക്ഷനുണ്ട്. അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. സാർ, അതുപോലെ തന്നെ ഈ വനവുമായി ബന്ധപ്പെട്ടൊരു കുറ്റകൃത്യം ഇതിനുള്ളിൽ നടന്നു എന്ന് പറയുമ്പോൾ അതിലേക്കുള്ളൊരു യാത്ര ദുർഘടമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് വേണം ആ ഒരു സംഭവം നടന്നൊരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ. അപ്പോൾ അത്തരത്തിൽ പോകുന്ന യാത്രയിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ചു കൊണ്ടെത്തിയ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? നോർമലി ഇങ്ങനെയുള്ള ഒഫൻസ് അല്ലെങ്കിൽ പോലും നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്ന കാടിൻ്റെ ഉള്ള ഏരിയയിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ രാവിലെ പോയാൽ വൈകിട്ടൊക്കെ എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മുൻകരുതലെടുക്കും. കൂടുതൽ ജീവനക്കാർ, ആയുധം, ഭക്ഷണം അങ്ങനെയുള്ള കരുതലുമായിട്ടേ പോകുള്ളൂ. അല്ലാതെ ചെയ്യുന്നത് കഞ്ചാവ് റെയ്ഡുകൾ. ഞാൻ 2015-16 ഒരു ഉറാനി എന്ന് പറയുന്ന സ്ഥലത്തൊരു റെയ്ഡിന് പോയി. അതെവിടെയാണ് ഉറാനി എന്ന് പറയുന്നത്? നമ്മൾ ഗവി എന്ന റൂട്ടിൽ കൊച്ചുപമ്പയ്ക്ക് മുമ്പ് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം. ഒരു 42 കിലോമീറ്റർ ഞങ്ങൾ നടന്നു 5 ദിവസം. ഈ 5 ദിവസവും പോകുന്ന വഴിക്ക് ആന ഞങ്ങളുടെ നേരെ വരുവും കടുവയുടെ പക്മാർക്കൊക്കെ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട്. ഓരോ ദിവസവും നല്ല മഴക്കാലം, ജൂൺ ജൂലൈ മാസത്തിലാണ് പോയത്. കഞ്ചാവ് റൈഡർ തന്നെ പോയത്. ആ സമയത്ത് ഞങ്ങൾ ചെല്ലില്ല ഉദ്ദേശത്തിൽ കഞ്ചാവ് നടാം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ റൂട്ടിൽ പോയിട്ട് 5ാമത്തെ ദിവസമാണ് നമ്മൾ കറപ്പാർ എന്ന് പറയും, തമിഴ്നാട്ടിൽ കറപ്പാർ ഡാമിൻ്റെ അടുത്ത് ചെന്നിറങ്ങി. ഒരു 18 പേരോളം ഉണ്ടായിരുന്നു. അന്നുണ്ട് കുറേ ജീവനക്കാരൊക്കെ റിട്ടയർ. 5 ദിവസം കാട്ടിനുള്ളിൽ തന്നെ തങ്ങിയത്. ഫോണില്ല, ഒന്നുമില്ല. ഏത് നേരവും ആനയാൽ ആക്രമിക്കപ്പെടാവുന്ന ഒരു ഇതിൽ ഞങ്ങൾ ജീവനക്കാർ പോയി. അപ്പോൾ കുറച്ച് പേരൊക്കെ റിട്ടയർ ചെയ്ത് ഞാനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബാക്കി ജീവനക്കാരൊക്കെ ചെറുപ്പക്കാരൊക്കെ ബാക്കിയുണ്ട്. ബട്ട് ഭയങ്കര അഡ്വഞ്ചറസ് യാത്രയായിരുന്നു. 5 ദിവസം ഫോണില്ല, ഒന്നുമില്ല. പോകുന്ന 4ാമത്തെ ദിവസം ഭക്ഷണം തീർന്നു. പിന്നെ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡർ താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഡ്രൈ ഫോറസ്റ്റാണ്. അത് കരടികളുടെ ആവാസ കേന്ദ്രമാണ്. അവിടെ മുഴുവൻ ഈ കറിവേപ്പില ചെടി, കറിവേപ്പില കാടുകളാണ്. കുറേ ഞങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നു. കറിവേപ്പില മാത്രം, അത് കാട്ടുകറിവേപ്പില എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ നാടൻ കറിവേപ്പില മണം. അവിടെയുള്ള പാറകളിലൊക്കെ മരങ്ങളിലൊക്കെ കരടി അള്ളിയ പാടുകൾ കാണാം. കരടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞു. നമുക്ക് ഭാഗ്യവശാൽ കാണാൻ പറ്റിയില്ല. ബട്ട് അത് ഇന്ന് അച്ചൻകോവിലിൻ്റെ ബൗണ്ടറി ഞങ്ങൾ ഇറങ്ങി. കറപ്പാർ ഡാമിൽ നിന്ന് നേരെ കയറി അച്ചൻകോവിൽ വന്ന്
6-ാമത്തെ ദിവസമാണ് തിരിച്ചെത്തിയത്. സാർ, ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ കാട്ടാന നേരിട്ട് വന്നാൽ നമുക്ക് ഈ വളഞ്ഞു പുളഞ്ഞു ഓടിയാൽ രക്ഷപ്പെടാമെന്നൊരു അശാസ്ത്രീയമാണെങ്കിലും അങ്ങനെ ഒരു പ്രചരണമുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ഇല്ല, ആനക്ക് ഒരു 50 മീറ്ററിനപ്പുറത്തേക്കൊന്നും കാഴ്ചയില്ല. അതിൻ്റെ റീച്ചിൽ വരികയും പൂർണ്ണ ആരോഗ്യവാന ആനയാണ്. നമ്മുടെ ടെറൈൻ നിരപ്പുവാണെങ്കിൽ അപകടം തന്നെയാണ്. നമ്മൾ വാഹനത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഈ ആനയുടെ മാനസികാവസ്ഥ ചിലപ്പോൾ ആ വാഹനത്തിലാണെങ്കിൽ മറിച്ചിടാം. അങ്ങനെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങരുത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ തന്നെ ഇരിക്കുക, വാഹനം പുറത്തോട്ടിറക്കാൻ പറ്റുമെങ്കിൽ പുറകോട്ടിറക്കുക. ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ 25-30 മീറ്ററിനുള്ളിൽ ആനയുണ്ട്, രക്ഷപ്പെടാൻ അപകടമാണ്. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് വേണ്ടി ഇതുപോലെ ഇറക്കത്തിലേക്ക് വല്ല ഊർന്നു പോവുകയോ ചെയ്ത് ആന ഒഴിവാക്കുകയോ ചെയ്താൽ അതല്ലാതെ നമ്മുടെ ടാർഗറ്റ് ചെയ്ത് വരുന്ന ആനയാണെങ്കിൽ ഈ അതിൻ്റെ കാഴ്ച വളരെ ഇതാണ്. അതിൻ്റെ സ്മെല്ലിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ ഈ 50 മീറ്റർ കുറച്ച് ആന ഓടിക്കത്തുള്ളൂ. എപ്പോഴും ആന നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു വളരെ കുറച്ച് ദൂരം ഓടിക്കും. പക്ഷെ നമ്മൾ ശരിക്കും ഭയപ്പെട്ട് ഓടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. ഇതിൽ ആദ്യത്തെ ഒരു 10-25 മിനിറ്റത്തെ നമ്മൾ വീണ് പോയാൽ ആന നമ്മളെ പിടിക്കും. അതല്ലാതെ നമ്മൾ പോയി ഓട്ടത്തിലെവിടെയെങ്കിലും വീണ് കയ്യോ കാലോ ഓടിയെന്നാണ് കൂടുതലും വരുന്നത്. ഭയം ആനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറേ തിയറികൾ പറഞ്ഞു വേണം, വണ്ടി ഓഫ് ചെയ്യരുത്, റൈസ് ചെയ്യരുത്, ഓണടിക്കരുതെന്നൊക്കെ. ഇതൊന്നും വണ്ടി ആദ്യം നമ്മൾ തന്നെ ഓഫായി പോകും. നമുക്ക് ശരിക്കും ഭയം വന്നു കഴിഞ്ഞാൽ നേരെ ആന വന്നാൽ പേടിച്ചു കഴിഞ്ഞാൽ വണ്ടി തന്നെ ഓഫാവും. നമ്മൾ എത്ര എക്സ്പേർട്ട് ഡ്രൈവറാണെങ്കിലും ഭയം, ജീവനിൽ ഭയം എന്ന് പറഞ്ഞാൽ ആനയുടെ ആ ഒരു സമയത്ത് ആനയുടെ മാനസികാവസ്ഥ ഭയങ്കരമായിരിക്കും. അത് ഭയങ്കര വയലൻ്റായി വാലൊക്കെ നിവർത്തി ചെവിയൊക്കെ കൊണ്ട് നമ്മുടെ നേരെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല.